ആദ്യഘട്ട പോളിംഗിന് ശേഷം മുന്നണികൾ കൂട്ടിയും കുറച്ചും ആര് വിജയിക്കും എന്തൊക്കെയാണെന്നുള്ള കണക്കുകൂട്ടലാണ്. തിരുവനന്തപുരം പേട്ട വാർഡിൽ നിന്ന് മത്സരിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFിൻ്റെ നേതൃസ്ഥാനത്ത് മത്സരരംഗത്തുണ്ടായിരുന്ന ഒരാൾ കൂടിയായ SP ദീപക് നമുക്കൊപ്പം ഉണ്ട്. എന്താണ് പാർട്ടിയുടെ ഒരു പ്രാഥമിക അവലോകനത്തിൽ കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കും? കോർപ്പറേഷൻ നിലനിർത്തും. അതിനകത്ത് ഒരു കഴിഞ്ഞ 55 സീറ്റിൻ്റെ പ്ലസ് വരാനാണ് സാധ്യത ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച്. പിന്നെ കുറേ കോൺഗ്രസ് കുറച്ച് ബെറ്റർ ചെയ്യാനാണ് സാധ്യത കാണുന്നത്. അവർ കുറച്ച് സജീവമായിട്ട് എല്ലാ വാർഡുകളിലും മത്സര രംഗത്തുണ്ടായിരുന്നു. BJP സ്വാഭാവികമായിട്ട് കുറേ കഴിഞ്ഞ പ്രാവശ്യത്തെ നിലനിർത്താനായിട്ടുള്ള സാധ്യത കുറവാണ്. അവർ താഴെ പോകാനാണ് സാധ്യത. അപ്പോൾ കോൺഗ്രസ് കുറച്ച് ബെറ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPയുടെ സീറ്റ് കുറയും എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അതെ, കോൺഗ്രസ് ബെറ്റർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചില സീറ്റുകൾ BJPയുടെ കയ്യിൽ നിന്ന് LDF പിടിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ത്രികോണ മത്സരമാണ് ഇപ്പോൾ ഇവിടെ കോർപ്പറേഷനകത്ത്. ഒരു പകുതി കൂടുതൽ മണ്ഡലങ്ങൾ നല്ല ത്രികോണ മത്സരമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ത്രികോണ മത്സരം വരുമ്പോഴത്തേക്ക് LDFന് മുൻതൂക്കം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ നെഗറ്റീവായിട്ടുള്ളൊരു സംഗതി ഈ പ്രാവശ്യം LDFന് ഇല്ലായിരുന്നു. വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും കഴിഞ്ഞ നഗരസഭയുടെ പ്രവർത്തനമൊക്കെ തന്നെ മെച്ചപ്പെട്ടതായതുകൊണ്ട് ജനങ്ങൾ അതിന് അനുകൂലമായിട്ടുള്ളൊരു ചിന്തയാണ് വോട്ടാക്കി മാറിയിരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. CPIM-ഉം LDFും കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്തി പുതിയത് കുറച്ച് പിടിച്ചെടുക്കും എന്നാണ്. അതെ, സ്വാഭാവികമായിട്ട് കഴിഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി സീറ്റ് പിടിച്ച് കൂടുതൽ വരാൻ ഞങ്ങൾ ഉറപ്പിച്ച സീറ്റുകളാണ് ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കുറേ കൂടി വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നിട്ടുള്ള ചില വാർഡുകളുണ്ട്. അവിടെ ഞങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. CPM-നെ സംബന്ധിച്ച് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 തവണയും 2015-ലും 2020-ലും ഒരു അപ്രതീക്ഷിതമായ ചില തോൽവികൾ സംഭവിച്ചിരുന്നു. അതായത് CPIM മേയർ സ്ഥാനാർത്ഥികളായി കണ്ടിരുന്ന ആളുകൾ 2015-ലും 2020-ലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം എന്തെങ്കിലും പേടിക്കേണ്ട തരത്തിൽ പാർട്ടി അങ്ങനെ കാണുന്നില്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ എൻ്റെ പേട്ട വാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ്. ഒരു ജനങ്ങളുടെ പൾസ് കാണുമ്പോൾ, വോട്ട് ചെയ്തതിന് ശേഷം അവരുടെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ നല്ല രൂപത്തിലുള്ളൊരു വിജയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു വാർഡ് കൂടിയാണ് SP ദീപക് മത്സരിച്ച പേട്ട വാർഡ്. ആ വാർഡിലടക്കം വിജയിച്ച് ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ സീറ്റുകൾ വാങ്ങി LDFിൻ്റെ ഒരു മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും എന്നാണ് പാർട്ടിയുടെ പ്രാഥമികമായ കണക്കുകൂട്ടൽ. അതാണ് SP ദീപക് പങ്കുവച്ചതും. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.